പിടിക്കത്തില്ല. ഈ കുടുംബം നശിച്ച് വെണ്ണീറാവത്തേ ഉള്ളൂ. നീയൊന്നും എഴുന്നേറ്റ പിടിക്കത്തില്ല. നോയിക്കോ. എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? പ്രശ്നം തീർക്കാനൊന്നുമല്ല, വഷളാക്കാൻ അവര് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും മീനു ചേച്ചി? തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാ. ഇങ്ങനെ ഒരു നാല് കുടുംബത്തിലേക്ക് ഞങ്ങളുടെ മോളെ കെട്ടിച്ചു വിടാൻ പാടില്ലായിരുന്നു. അല്ലൊരു കുടുംബക്കാര് വന്നിരിക്കുന്നു. ഈ ബാലനെ കുടുംബത്തെ പറ്റി നാട്ടുകാർക്കൊക്കെ വലിയ അഭിപ്രായമാണല്ലോ. ഈ നശിച്ച കുടുംബത്തെ പറ്റിയാണ് നാട്ടുകാരൊക്കെ നല്ലത് പറഞ്ഞ് നടക്കുന്നത്. ബാലേട്ടൻ അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ. ഈ മുറ്റത്ത് വന്നു നിന്ന് ഈ വൃത്തികേടൊക്കെ വിളിച്ചു പറയുന്നത് കേട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണമെന്നാണോ നീ പറയുന്നേ? വലിയ നന്മയുടെ അവതാരം, വലിയ സത്യസന്ധൻ. എന്നിട്ടാണോ ഈ പെൺകൊച്ചിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ബാല, ഇത് തനിക്ക് ഒട്ടും ചേർന്നല്ല കേട്ടോ. വേണ്ട, നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്ന് അവർക്ക്. നമ്മൾ അതിന് നിന്ന് കൊടുക്കരുത്. എന്താ ഞങ്ങളെയൊക്കെ പേടിയാണോ നിനക്കൊക്കെ? ഈ മുറ്റത്ത് വന്നു നിന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? മനസാക്ഷിയെ കുറിച്ചും അഭിമാനത്തെ കുറിച്ചും പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഗോമതി സ്റ്റോറിലെ പണം കണ്ടപ്പോ ഈ മനസാക്ഷി മര്യാദ ഒന്നും ഇല്ലായിരുന്നോ? പല കള്ളത്തരങ്ങളും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഈ മോളെ എന്റെ തലയിൽ കെട്ടിവെച്ചപ്പോ അന്ന് എവിടെ പോയി ഈ മനസാക്ഷിയും അഭിമാനമൊക്കെ? ആനന്ദേ മോനെ, നമുക്ക് എന്ത് സംസാരിക്കണമെങ്കിലും അകത്ത് പോയിരുന്ന് സംസാരിക്കാം. നമ്മുടെ കുടുംബ പ്രശ്നം നാട്ടുകാരെ അറിയിച്ചാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും നാണക്കേടല്ലേ? ഇനി ഒന്നും അകത്തിരുന്ന് സംസാരിക്കാനില്ല. ഇനി എന്റെ വീടിനകത്ത് നിങ്ങളെയോ നിങ്ങളുടെ മകളെയോ ഞാൻ കയറ്റില്ല. ഏട്ടാ, പോലീസിനെ വിളിക്കാം. ഇവരെങ്ങനെ വെറുതെ വിട്ടാ ശരിയാവത്തില്ലല്ലോ. ഇവരിന്ന് വരെ നമ്മളോട് ചെയ്തതെല്ലാം പോലീസിനെ അറിയിക്കണം. ബാക്കി അവര് നോക്കിക്കോളൂ. ആ, അതെന്നെയാ വേണ്ടത്. ഞാൻ വിളിക്കാം. അല്ല, ആര്യ, വേണ്ട. പോലീസും കേസും വഴക്കും ഒന്നും വേണ്ട. അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ. നീ ആരെയും വിളിക്കണ്ട. ദേ, മര്യാദയ്ക്ക് മോളെ വിളിച്ചോണ്ട് പൊയ്ക്കോണം. ആനന്ദേട്ടാ, എന്നെ പറഞ്ഞു വിടല്ലേ ആനന്ദേട്ടാ. ഈ വീട്ടിലേക്ക് തിരിച്ചു കയറി വരാനേ നീ പല അടവ് കൊടുക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി എന്റെ അടുത്ത് അതൊന്നും ചെലവാവില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. ഇങ്ങനൊന്നും പറയല്ലേ ആനന്ദേട്ടാ. എന്റെ വീടല്ലേ ഇത്. എന്റെ ആനന്ദേട്ടനെയും ഇവിടെ ഉള്ളവരെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാ? ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരാന്ന് നീ പ്രതീക്ഷിക്കണ്ട. നീ ചെയ്തതൊന്നുമേ എന്റെ മരണം വരെ ഞാൻ മറക്കില്ല. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി. മിണ്ടി പോവരുത്. ഈ മുറ്റത്ത് നിന്നേ ആവശ്യമില്ലാത്ത ഷോ ഇറക്കരുത്. എന്റെ മുമ്പിലെ കുറെ കാലം നീ നല്ല മനോഹരമായിട്ട് അഭിനയിച്ചു. ഇനി ആ അഭിനയം വില പോവില്ല. ഇപ്പൊ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യവും പകയും അത് നിന്നോടാ. എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാതെ ഇറങ്ങി പോടി. ചിലപ്പോ എന്റെ നിയന്ത്രണം തെറ്റിപ്പോവും. ചിലപ്പോ ഞാൻ കഴുത്തിന് പിടിച്ച് ഞെരിച്ചു പോവും.
എന്നെ കൊല്ലാനന്ദേട്ടാ. ആനന്ദേട്ടന്റെ ഈ കൈ കൊണ്ട് മരിക്കാനേ എനിക്ക് സന്തോഷമുള്ളൂ. കൊല്ലാനന്ദേട്ടാ, കൊല്ലാനന്ദേട്ടാ, നീ എന്തായി കാണിക്കുന്നേ? എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ? ഞാൻ നിങ്ങളുടെ മോളെ ഒന്നും ചെയ്തില്ല. എന്റെ കൈ കൊണ്ട് മരിക്കണമെന്ന് പറഞ്ഞത് ഇവിടെ തന്നെയല്ലേ? ഇങ്ങനെ പല കള്ളത്തരങ്ങളും പറഞ്ഞേ ഇവളെന്നെ വശീകരിക്കാൻ നോക്കും. ഇനി അതൊന്നും നടക്കത്തില്ല. മോളും അമ്മയും അച്ഛനും ഇനി അത് മനസ്സിലാക്കുന്നത് നല്ലതാ. നിന്നെപ്പോലൊരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുക ചെയ്ത്. മിണ്ടിപ്പോരുത്. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ശേഷവും ഒന്നും തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിൽ ഉരുകി ജീവിക്കായിരുന്നു ഞാൻ. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ശേഷവും ഒന്നും തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിൽ ഉരുകി ജീവിക്കായിരുന്നു ഞാൻ. ഒരു സമയത്ത് എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയി. പറഞ്ഞത് എന്റെ അച്ഛനെയും അമ്മയും എന്റെ അനിയന്മാരെ അനിയത്തിയും ഒക്കെ ഓർത്തോണ്ട് മാത്രമാ ഞാൻ ആത്മഹത്യ ചെയ്ത പിടിച്ചു നിന്നത്. എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അത് നീ ഒരുത്തിയ. ഇത്രയും കാലത്ത് എന്റെ ജീവിതത്തില് നിന്റെ കൂടെ ജീവിച്ച കാലമാ ഞാൻ നരകിച്ചത്. മതി, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. എന്നോടൊന്ന് ക്ഷമിക്കാനന്ദേട്ട. ഒരൊറ്റ തവണത്തേക്ക് എന്നോട് ക്ഷമിക്ക്. ഇനി നീ ഒരു അക്ഷരം പറയരുത്. നിനക്ക് എന്നോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിന്റെ ഈ തന്തയും തള്ളയും വിളിച്ചോണ്ട് നീ ഇപ്പൊ ഇവിടുന്ന് പോണം. ഇത്രയും കാലം ഞാൻ ഒന്നും പറയാതിരുന്നത് എന്റെ ഈ വീട്ടുകാരെ ഓർത്തിട്ടാ. അവര് വേദനിക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഇപ്പം എല്ലാവർക്കും അറിയാം. ഇനി എനിക്ക് എന്റെ വീട്ടുകാരുടെ മുന്നിൽ ഒന്നും മറച്ചു വെച്ച് അഭിനയിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ നിയന്ത്രണം തെറ്റുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മോളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. തന്തയും തള്ളയും വിളിച്ചോണ്ട് പോടി. നീ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്റെ മരണത്തിന് കാരണം നീ നിന്റെ തന്തയും തള്ളയാണെന്ന് എഴുതി വെച്ചിട്ടെ ഞാൻ ചത്തുകളയും. എന്തൊക്കെ നീ വിളിച്ചു പോകുന്നത്? നീ എന്താടേ പറഞ്ഞ? അച്ഛ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാനിത് ചെയ്യും. ഇവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യും? അച്ഛ, അങ്ങനൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിലേ ഇവളോട് ഇവിടുന്ന് പോകാൻ പറ. ഏട്ടാ, ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവര് ചെയ്ത തെറ്റിന് ഏട്ടൻ എന്തിനാ ഇങ്ങനെ പറയുന്നേ? എടാ, അനുഭവിക്കേണ്ട മാക്സിമം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവളിപ്പോ ഈ നിമിഷം ഇവിടുന്ന് പോണം. അച്ഛ, ഇത്രയും നാളും
ഞാൻ അച്ഛനോടോ അമ്മയോടോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു കാര്യം ആവശ്യപ്പെടുക. ഇനി എന്റെ ജീവിതത്തില് ഇവളുടെ ആവശ്യമില്ല. ഇവളെ ഇവളുടെ വഴിക്ക് പറഞ്ഞു വിടണം. ആനന്ദേട്ട ഇങ്ങനെ പറയല്ല ആനന്ദേട്ട. ആനന്ദേണ്ടില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാ? നീ ധൈര്യമായിട്ട് ഇരിക്കടി. നീ ഇല്ലാതെ ഇവനെങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അച്ഛനാ എനിക്ക് ഇവളെ കണ്ടെത്തി തന്നത്. ഇപ്പൊ ഞാൻ പറയാ, എനിക്കിവളെ വേണ്ട. ഇവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ. ഇവൻ അങ്ങനെയൊന്നും നിന്നെ ഒഴിവാക്കാൻ പറ്റില്ല. അതിന് ശ്രമിച്ച ഈ ദേവമംഗലക്കാര് മുഴുവനും അനുഭവിക്കും. സ്ത്രീകളെ, നമുക്ക് പോവാം. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടാന്ന് ആരും കരുതണ്ട. നിർത്ത്. ഇനിയൊരു വാക്ക് എന്റെ മുറ്റത്ത് നിന്ന് സംസാരിക്കരുത്. ഇപ്പോ ഈ നിമിഷം നിങ്ങളുടെ മോളെയും കൂട്ടി ഇവിടുന്ന് പോണം. ഇല്ലെങ്കിലേ ബാലന്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും. എന്റെ മോനെ ഈ അവസ്ഥയിലെത്തിക്കാൻ കാരണക്കാരൻ ഞാനാ. ആ കുറ്റബോധം എന്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. മോളെ, നമുക്ക് പോകാം. എനിക്ക് പോണ്ട അച്ഛാ. സ്ത്രീകളെ, വാ. ദേവി വാ. ദേവി വരാൻ. പാടിക്കൂട്ടാ. നിനക്ക് തൃപ്തിയായില്ലേ? ഇവിടെ വാടി. വരാൻ ഇങ്ങോട്ടാ. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരാഴ്ച ഞാൻ സമയം തരും. അതിനുള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ദേവിമോളെ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ പിന്നെ നടക്കുന്നത് വേറെ ആയിരിക്കും. ഇത് ശ്രീകല വെറുതെ പറയുന്നതല്ല. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെ പറയുന്നതാ. ഓർത്തോ എല്ലാരും. നടക്കങ്ങോട്ടാ. നിങ്ങള് വാ. നടക്കണേ ഇങ്ങോട്ടാ. ദേവമംഗലക്കാര് ബാലനും കൂട്ടരും. ഇങ്ങോട്ട് വാടി. ബാലൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പാടത്തെ ജോലിക്ക് വരമ്പത്ത് കൂലി എന്ന് പറയാറില്ലേ? നമ്മളോട് കാണിച്ചതിന്റെ കൂലി അവന് കിട്ടി തുടങ്ങി. ഇനി നമ്മളായിട്ടൊന്നും ചെയ്യാൻ പോണ്ട. ഗ്യാലറിയിലിരുന്ന് കളി കണ്ടാ മതി. കളിക്കുന്നത് ഉദയഭാനും ശ്രീകലയും കൂടി ആയിക്കോളും. ഞാൻ എന്തായാലും ആ ഉദയഭാനുവിനെ വിളിക്കാൻ പോവുക. വിളിച്ച് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കാൻ പോവുക. ഏട്ടാ, എന്താടാ?
ഏട്ടാ വേണ്ട. എന്ത് വേണ്ടെന്ന്? എന്നെ തടയാറായോ നീ? മറിയിക്കട. അച്യുത, തർക്കവും ബഹളമൊന്നും വേണ്ട. ഏട്ടാ അവരെന്നെ ഉപദ്രവിക്കണ്ട, ജീവിച്ചു പൊക്കോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഗോമതി ചേച്ചി നമ്മുടെ സഹോദരിയല്ല ഏട്ടാ. ഗോമതി നമ്മുടെ സഹോദരി അല്ല. അവൾ എന്റെ സഹോദരിയല്ല, അനന്തേട്ടന്റെ സഹോദരിയല്ല. എന്റെയും അനന്തേട്ടന്റെ സഹോദരി അല്ലെങ്കിൽ അവൾ നിന്റെ സഹോദരിയല്ല. പറഞ്ഞു എന്ന് വെച്ച് അവസാനിക്കുന്നതാണോ ഏട്ടാ ബന്ധങ്ങള്? എന്താടാ നിനക്കൊരു മനംമാറ്റം? കൃഷ്ണമംഗലത്തെ ചോറ് എല്ലിന്റെ ഇടയിൽ കിടന്ന് കുത്തുന്നുണ്ടോ? കൊള്ളനെന്ന് വിളിച്ച് അവിടുന്ന് ആട്ടി ഇറക്കിയപ്പോ കതക് തുറന്ന് സ്വീകരിച്ചത് ഞങ്ങളാ. എന്നിട്ടിപ്പോ അവനെന്നെ ബന്ധം പഠിപ്പിക്കാൻ വരുന്നു. അച്യുത, ധർമ്മേട്ടൻ അറിയാതെ പറഞ്ഞു പോയത് ക്ഷമിക്കച്ചതേട്ടാ. ഇവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അറിയാതെ പറയാൻ. നോക്കിയും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ ധർമ്മ അനിയനാണെന്ന് ഞാൻ നോക്കില്ല. എന്താടാ? അച്യുത, എളുപ്പമുണ്ടെന്ന് കരുതി ആ പാപത്തിനോട് എന്തു ആവാന്ന് കരുതണ്ട നീ. സാരമില്ലമ്മേ, ഏട്ടനല്ലേ, വിട്ടേക്ക്. അയ്യടാ, അവന്റെ ഒരു ഔദാര്യം. എടാ, ഏട്ടന്റെ ആഗ്രഹത്തിനൊത്ത് നിൽക്കുന്നവനാടാ അനിയൻ. ഏട്ടാ, ഇവന് പുതിയ വെളിപാടുണ്ടായിരിക്കുന്നു. ഗോമതി നമ്മുടെ അനിയത്തിയാണെന്ന്. ആ, ഇവന് മാത്രമല്ല, ഇവിടെ പലർക്കും ഒരു ദേവമംഗല ചായ്വ് വന്നിട്ടുണ്ട്. ഉദയഭാന് ചതിച്ചെന്നും പറഞ്ഞ ആലോകം വന്നിരുന്നല്ലോ. അല്ല, ആലോക് നിന്നെ സ്വാധീനിച്ചോ അതോ നീ ആലോകിനെ സ്വാധീനിച്ചോ? ആരും ആരെയും സ്വാധീനിച്ചിട്ടൊന്നുമില്ല ഏട്ടാ. ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് പറഞ്ഞു. എൻ്റെ രീതികൾ ഏട്ടന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറ, ഞാൻ തിരിച്ചു പോയേക്കാം. ഓ, അവൻ അവസാനത്തെ ആയുധം എടുത്തു. കുറെ ദിവസമായി തുടങ്ങിയിട്ട് ഇനി തിരിച്ചു പോണോ? അല്ലടാ, പോടാ, തിരിച്ചു പോ. അച്യുത, വെറുതെ ഇരിക്കേ. ധർമ്മ, നീ അകത്ത് പോ. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഏട്ടന്മാരെ വിട്ട് ധർമ്മേട്ടൻ പോകുന്നെങ്കിൽ പൊയ്ക്കോ. ഞാൻ പക്ഷെ ഇവിടെ നിൽക്കും. എന്റെ ഭർത്താവിനെ കള്ളനാക്കിയവരുടെ അടുത്ത് ഞാൻ എന്റെ അഭിമാനം അടിയറവ് വെക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ആരും പോവണ്ട. ഞാനങ്ങ് ഇറങ്ങിയേക്കാം. തീർന്നില്ലേ? അമ്മയൊന്ന് വെറുതെ ഇരിക്കേ. അച്യുത, ഈ വിഷയത്തിൽ കൂടുതൽ സംസാരം വേണ്ട. ധർമ്മൻ നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ ക്ഷമിച്ചേക്ക്. ഏട്ടാ, ഏട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷെ ഇവന്റെ മാറ്റം കണ്ടില്ലേ? കടയിലെ പൈസ കട്ടെടുത്തു പറഞ്ഞ് ബാലനും ഗോമതിയും കൂടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ ഇവനെ. ഏട്ടാ, ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവരെന്നെ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല, ഞാനായിട്ട് ഇറങ്ങി പോന്നതാ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന്. അന്ന് തന്നെ അവരെല്ലാരും കൂടി എൻ്റെ അടുത്ത് വന്ന് വിളിച്ചതാ. അളിയൻ പിറ്റെന്നും വന്ന് വിളിച്ചു. നിങ്ങളെല്ലാരും കണ്ടതാണല്ലോ. എന്നിട്ട് ഞാൻ പോകാത്തത് അപ്പൊ എനിക്ക് അവരോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ഓഹോ, അപ്പോ ഇപ്പൊ നിനക്ക് ദേഷ്യം മാറിയല്ലേ? ഇല്ല ചിതേട്ടാ, ഇനി അഥവാ ധർമ്മേട്ടന്റെ ദേഷ്യം മാറിയാലും എനിക്ക് മാറില്ല. ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരു കടയിട്ട് തരാനൊക്കെ ആലോചിച്ചിരിക്കുകയല്ലേ അച്യുതേട്ടൻ. അതിനുവേണ്ടി കാശും കുറെ ചെലവാക്കി കഴിഞ്ഞു. അതൊക്കെ കണ്ടില്ലാന്ന് വെച്ച് പോകാനും മാത്രം നന്ദി കെട്ടവളല്ല ഞാൻ. ഞാൻ മാത്രമല്ല, ധർമ്മേട്ടനും. ധർമ്മേട്ടൻ ഇപ്പോഴിങ്ങനെയൊക്കെ പറയുന്നത് ആരും കാര്യമാക്കണ്ട. അത് ഞങ്ങൾ സംസാരിച്ചോളാം. ധർമ്മ, നിനക്ക് വേണ്ടി ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങാൻ പോവാ. അതിന്റെ കാര്യങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാ. ബാക്കി ചിന്തകളൊക്കെ നീ മനസ്സിൽ നിന്ന് വിട്ടേക്ക്. കടയുടെ കാര്യം മാത്രം നീ ആലോചിച്ചാൽ മതി. പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? പിന്നെ അച്യുത, നിന്റെ എടുത്തിയാട്ടം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേ ഉള്ളൂ. കൃഷ്ണമംഗലം ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഏട്ടാ, ചില കാര്യങ്ങൾ കേട്ടാ പെട്ടെന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പ്രതികരിച്ചു പോകുന്നതാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം.
ധർമ്മ പറഞ്ഞ ഒന്നും മറക്കണ്ട. മോനെ, നിന്റെ നല്ല മനസ്സ് അമ്മ കാണുന്നുണ്ട്. പക്ഷേ തൽക്കാലം അനന്തനും അച്യുതനും പറയുന്നതനുസരിച്ച് നിൽക്കവിടെ. നിന്റെ കട തുടങ്ങി ഒരു ജീവിതം ആരംഭിക്കേ. പഠിത്തമൊന്നും നടക്കുന്നില്ലേ? പഠിക്കണമെന്നൊക്കെ വിചാരിച്ച് ബുക്ക് തുറന്നു വെക്കുന്നതാ. പക്ഷെ ഒന്നും വായിക്കാൻ തോന്നുന്നില്ല. മീനു ചേച്ചി, എനിക്ക് ഭയങ്കര വിഷമായി. രണ്ടാമതും ഏട്ടത്തെ ഇവിടുന്ന് ഇറക്കി വിട്ടത്. പാവം, അങ്ങനെ ഇറക്കി വിടണ്ടായിരുന്നു. എനിക്ക് സങ്കടമുണ്ട്. നമ്മളെയൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ആ പാവൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. അപ്പച്ചി അങ്ങനെ ചെയ്യുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ തവണ ഇറക്കി വിട്ടത് അന്നത്തെ ദേഷ്യത്തെ ചെയ്താണെന്ന് ഞാൻ കരുതി. പക്ഷെ ഇന്ന് ഏട്ടത്തെ പുറത്താക്കി കഥ അടയ്ക്കുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അമ്മയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ മിത്രേ. അമ്മ അത്ര ഏട്ടത്തെ സ്നേഹിച്ചിട്ടുള്ളതാ, വിശ്വസിച്ചിട്ടുള്ളതാ. അമ്മ എപ്പോഴും പറയാറില്ലേ, നിങ്ങളെക്കാളും കൂടുതൽ എനിക്കിഷ്ടം ദേവിയാണെന്ന്. അത് വെറുതെ പറയുന്നതല്ല, അമ്മ സത്യമായിട്ടും പറയുന്നതായിരുന്നു. ഏട്ടത്തിയുടെ കാര്യത്തില് നമ്മുടെ അമ്മയ്ക്ക് എന്ത് ശ്രദ്ധയായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ, സ്കൂളിലെ ജോലിക്ക് പോകുന്ന സമയത്തായാലും പിന്നെ IT കമ്പനിയിൽ ജോലിക്ക് പോയ സമയത്തായാലും ഏട്ടത്തി വരാൻ വൈകുമ്പോ അമ്മയ്ക്ക് എന്തൊരു വെപ്രാളായിരുന്നു. ഏട്ടത്തി എന്തെങ്കിലും കഴിച്ചു കാണുമെന്നൊക്കെ ചോദിച്ച് അമ്മ എത്ര തവണ എന്നെ വിളിച്ചിട്ടുണ്ട്. അതൊന്നും കടമ തീർക്കാൻ വേണ്ടി അമ്മ ചെയ്തതല്ല, സ്നേഹം കൊണ്ട് ചെയ്തതാ. ഒരാഴ്ചക്കുള്ളിൽ ദേവമംഗലത്തുനിന്ന് ആരെങ്കിലും വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ആ മുറ്റത്ത് വെച്ച് എന്റെ കണ്ണീന്ന് വീണ ഓരോ കണ്ണീരിനും, എനിക്ക് ഏറ്റ ഓരോ അപമാനത്തിനും ഞാൻ പകരം ചോദിച്ചിരിക്കും. എന്റെ കൂടെ നീ നിൽക്കും. നിന്നെ പറ്റൂ. അമ്മയെ തോൽപ്പിച്ച് നീ ഇനി ദേവമംഗലത്തുകാരുടെ കാല് പിടിക്കാനാ തീരുമാനമെങ്കിൽ